കഴിഞ്ഞ വർഷം ജനുവരി 12-നാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി വണ്ടാനത്തെ പുതിയ കെട്ടിട സമുച്ചയത്തിൽ പ്രവർത്തനം തുടങ്ങിയത്. ആരംഭകാലം മുതൽ തന്നെ മലിനീകരണ വിഷയത്തിൽ ഏറെ പരാതി ഉയർന്നിരുന്നു. കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി അന്തരീക്ഷ മലിനീകരണവും പകർച്ചവ്യാധി ഭീഷണിയും ഇവിടെ രൂക്ഷമാണ്. കക്കൂസുകളിൽ നിന്നുള്ള വിസർജ്യാവസ്ഥകളും മറ്റും ആശുപത്രി പരിസരത്തേക്ക് പൊട്ടിയൊഴുകുകയാണ്. വിവിധ ബ്ലോക്കുകളിലായി സ്ഥാപിച്ചിട്ടുള്ള 200ഓളം കക്കൂസുകളിൽ ഭൂരിഭാഗത്തിന്റെയും അവസ്ഥ ദയനീയമാണ്. ഈ ബാത്റൂമിനോട് ചേർന്ന് തന്നെയാണ് ഉള്ളതുകൊണ്ട് തന്നെ കൊതുകിന്റെ ശല്യം എന്ന് പറഞ്ഞാൽ സഹിക്കാൻ മേലാത്ത ഒരു കാര്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ വാർഡും പരിസരവും പോലും മലിനീകരണത്തിൽ നിന്നും മോചിതമല്ല. നമ്മളിപ്പോ വളരെ കഷ്ടപ്പെട്ടായിരിക്കും ഒരു ചോറ് വാങ്ങുന്നത്. ആ രോഗിക്ക് അത് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഈ ദുർഗന്ധം കാരണം അത് കഴിക്കാൻ പറ്റത്തില്ല. മിക്കവാറും ആ ആഹാരം കളയേണ്ട ഒരവസ്ഥയാണ് ഇരിക്കുന്നത്. അപ്പൊ ഞങ്ങളിത് ആരോടാണ് ഇത് പറയേണ്ടത്? ബന്ധപ്പെട്ട ആൾക്കാരോട് ഇത് പറയുമ്പോഴത്തേക്കും അവർ കൈവരത്തുള്ളൂ. സമീപത്തെ കാപ്പിത്തോട്ടത്തിലേക്കാണ് ആശുപത്രി മാലിന്യങ്ങൾ ഒഴുകിവിടുന്നത്. ഇതിനാൽ പ്രദേശവാസികളും ദുരിതത്തിലാണ്. പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ ആശുപത്രി പരിസരത്ത് തന്നെ കത്തിക്കുന്നത് മലിനീകരണത്തിന്റെ മറ്റൊരു കാഴ്ചയാണ്. വിവിധ ഘട്ടങ്ങളിലായി നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കപ്പെടുന്നതോടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആശുപത്രി സമുച്ചയമായി ഈ കേന്ദ്രം മാറും. അതേസമയം ഇപ്പോഴും ചികിത്സയിലെത്തുന്ന രോഗികളും അവരുടെ ആശ്രിതരും വിസർജ്യങ്ങളിൽ നിന്നടക്കമുള്ള മലിനീകരണ പ്രശ്നങ്ങളിൽ അധികാരികളുടെ കാരുണ്യത്തിനായി കാത്തിരിക്കുകയാണ്. ക്യാമറമാൻ ബെന്നി കറയുന്നൊപ്പം ആർ മാനസൻ, സൂര്യ ന്യൂസ്, ആലപ്പുഴ.